അസംബ്ലി സെഗ്മെന്റ് അനുസരിച്ചുള്ള വിലയിരുത്തലിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൊന്നാനി അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ മലപ്പുറത്തേക്ക് കടക്കുകയാണ്. ആമുഖമായി ഒരു കാര്യം പറയട്ടെ. ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു. മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് വലിയ തോതിൽ വോട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് പൊന്നാനിയിൽ വളരെ ടൈറ്റാണ്. മലപ്പുറത്ത് നേരിയ മേൽക്കൈ ലീഗിന് കിട്ടിയാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും 1,00,000 അതിനപ്പുറത്തോ വോട്ട് ചോർച്ച ലീഗിന് ഉണ്ടാകും. വോട്ട് കുറയും എന്നാണ് ശരിയായി പറയേണ്ടത്. അതിന് പ്രധാന കാരണം പോളിംഗിൽ വന്ന കുറവ്, വോട്ടെടുപ്പിൽ ശതമാനത്തിൽ വന്ന കുറവ്, UDFിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വോട്ട് ചെയ്യപ്പെടാതെ പോയത്, LDF വോട്ടുകളും BJP വോട്ടുകളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മലപ്പുറത്ത് ഏതാണ്ട് 1,00,000-ലധികം വോട്ടിൻ്റെ കുറവ് മുൻ വർഷത്തെ അപേക്ഷിച്ച്, മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലീഗിന് സംഭവിക്കും, നഷ്ടം സംഭവിക്കും. പൊന്നാനിയിൽ അത് 1,00,000-ന് അടുത്തും വരാവുന്നതാണ്. ഇത് ഞങ്ങൾ പറയാൻ കാര്യം ഈ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം തന്നെ. 2019-ലും 2014-ലും മലപ്പുറത്ത് ലോക്സഭയിലേക്ക് പ്രതിപക്ഷ സ്ഥാനാർത്ഥി CPIM-ന്റെ യുവ നേതാവായ VP സാനു ആയി. അപ്പോൾ VP സാനു 2019-ൽ നേടിയ വോട്ട് അന്ന് ജയിച്ച PK കുഞ്ഞാലിക്കുട്ടി നേടിയ വോട്ട് വലിയ ഭൂരിപക്ഷ അന്തരമുണ്ട്. അന്നും PK കുഞ്ഞാലിക്കുട്ടി 2019-ൽ VP സാനുവിനെ പരാജയപ്പെടുത്തിയത് 2,60,153 വോട്ടിനാണ്. വളരെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. അന്ന് VP സാനുവിന് കിട്ടിയത് വെറും 38.87% വോട്ടാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് 50.71. അതിൻ്റെ അന്തരം നോക്കുക. അവിടെ BJP മലപ്പുറത്ത് പൊന്നാനിയിൽ ഒരു വലിയ നിർണായക ശക്തി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിന് കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ല. അവർക്ക് എപ്പോഴും 7%, 5%, 8%, 12,000 വോട്ട്, 12%-ക്ക് താഴെ നിൽക്കുന്ന വോട്ടിംഗ് പെർസെന്റ്, 12 പോലും ഇല്ല, 10-ൽ താഴെ നിൽക്കുന്നതാണ്. ഇനി 2017-ൽ അന്ന് സിറ്റിംഗ് MP ലീഗിൻ്റെ സമുന്നത നേതാവ് E അഹമ്മദിൻ്റെ മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 2017, 2019-ന് തൊട്ട് മുമ്പ്. അന്നും PK കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് ജയിച്ചത് 1,71,023 വോട്ടിനാണ്, 2,00,000-നടുത്ത്. അന്ന് PK സൈനബ MP ഫൈസലായിരുന്നു CPM സ്ഥാനാർത്ഥി. 2014-ൽ E അഹമ്മദ് അന്നും ജയിച്ചു. തൊട്ട് മുമ്പ് ഇലക്ഷനിൽ അന്ന് ഭൂരിപക്ഷം 1,94,000-ൽ സംതിങ് ആയിരുന്നു. അന്ന് PK സൈനബ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത്. 2009-ൽ E അഹമ്മദ് ജയിക്കുന്നു, ഭൂരിപക്ഷം 1,15,000. അന്ന് TK ഹംസയാണ് തോൽപ്പിച്ചത്, LDFിൻ്റെ CPM-ന്റെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 2,00,000-ന് അടുത്ത് 1,50,000 മുകളിൽ 1,4 ലക്ഷം ഭൂരിപക്ഷം ഈ 3-4 തിരഞ്ഞെടുപ്പിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലീഗ് നിലനിർത്തിയിട്ട് അവിടെ LDF വോട്ട് വിഹിതം കൂട്ടി. ഇപ്പോൾ VP സാനു 2019-ൽ നേടിയത് 3.40% അധിക വോട്ടാണ്. മുൻ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ അധിക വോട്ട് നേടി. ഇനി 2021-ലെ ബൈ ഇലക്ഷൻ, അന്ന് PK കുഞ്ഞാലിക്കുട്ടി രാജി, അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. അവിടെയാണ് ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ബാക്കിയുള്ള ടൈമിലേക്ക് അബ്ദുസമദ് സമദാനിയെ ലീഗ് സ്ഥാനാർത്ഥിയാകുന്നു. ബൈ ഇലക്ഷൻ 2021-ൽ. അന്ന് സമദാനിക്ക് കിട്ടിയ ഭൂരിപക്ഷം 1,14,000-ൽ പരം വോട്ടുകളാണ്. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ 2.25 ലക്ഷത്തോളം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ നിന്ന് 1,15 ലക്ഷത്തിന് താഴെ ഭൂരിപക്ഷത്തിലേക്ക് സമദാനിയുടെ വിജയം ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ കുറവാണ് 2019-ൽ നിന്ന് 2021-ൽ മലപ്പുറത്ത് ലീഗിന് സംഭവിച്ചത്. കൃത്യം പറഞ്ഞാൽ 1,45,461 വോട്ടിൻ്റെ കുറവുണ്ടായി ലീഗിന്. ഇതാരും ചർച്ച ചെയ്യുന്നില്ല. ലീഗിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു എന്നാണ് 2019-ൽ നിന്ന് 2021-ലെ ബൈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. VP സാനു വീണ്ടും
LDFിൻ്റെ സ്ഥാനാർത്ഥി CPIഎമ്മിൻ്റെ VP സാനു, അദ്ദേഹം 6% അധികം വോട്ട് കൂടുതൽ നേടി. അതായത് 6.66% വോട്ട് കൂടുതൽ നേടി. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് അദ്ദേഹം 38.53% വോട്ട് നേടി. സമദാനി 48.96 എന്ന് പറഞ്ഞാൽ 10% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ അത് ചുരുക്കിക്കൊണ്ടുവന്നു. അവിടെയാണ് ഇപ്പോൾ ഇത്തവണ CPIഎമ്മിന്റെ യുവ നേതാവ് DYFIയുടെ സംസ്ഥാന ഭാരവാഹി നേതാവുമായ വി വസീഫ് മത്സരിക്കുന്നത്. അപ്പോൾ VP സാനുവിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന യുവ നേതൃത്വമാണ് ഇവിടെയുള്ളത്. അതായത് പ്രത്യേകിച്ച് വി വസീഫിന്റെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ അത് കൂടുതൽ വോട്ട് ചോർച്ച ലീഗിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ETക്ക് നേരത്തെ കിട്ടിയ ഈ ഭൂരിപക്ഷത്തിൽ ഇന്ന് ഏതാണ്ട് ഈ കണക്ക് വെച്ച് നോക്കിയാൽ 1,00,000-ഓളം മിനിമം വോട്ടിന്റെ കുറവ് മലപ്പുറത്ത് ലീഗിന് സംഭവിക്കും, പൊന്നാനിയിലും സംഭവിക്കും. ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 2001 ബൈ ഇലക്ഷനകത്ത് BJP സ്ഥാനാർത്ഥി ആരായിരുന്നു? AP അബ്ദുള്ളക്കുട്ടി. ഇടതുപക്ഷത്തു നിന്ന് പോയ നേതാവ് അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടിയത് വെറും 6.27% വോട്ടാണ്. തസ്ലീം റഹ്മാനി SDPI അതേസമയം അവിടെ നേടിയത് 4.25, 46,752. നമ്മൾ ഈ പൊന്നാനി ഒഴിവാക്കിയിട്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ അസംബ്ലി സെഗ്മെന്റുകളിൽ നോക്കിയാൽ, പൊന്നാനിയിലെ ചില മണ്ഡലങ്ങൾ ഉൾപ്പെടെ എല്ലാ ഇലക്ഷനിലും അസംബ്ലി സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ SDPIയും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPIയും അതേപോലെ ഈ പറയുന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ, മറ്റൊരു മുസ്ലിം ഗ്രൂപ്പിന്റെ പാർട്ടിയും ഒരു ആവറേജ് 5,000-നും 10,000-നും ഇടയ്ക്ക് വോട്ടുകൾ ഇവർ, പിന്നെ PDP, മദനിയുടെ PDP കൊണ്ട് നേടാറുണ്ട്. ചില മണ്ഡലത്തിൽ 5,000 താഴെയാണ്, ചിലയിടത്ത് 10,000 താഴെ. എവിടെയും 10,000-ന് പുറത്ത് അവർക്ക് കടക്കാൻ അത്ര സാധിച്ചിട്ടില്ല. അപ്പോൾ മുസ്ലിം തീവ്രവാദം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മലപ്പുറത്തോ പൊന്നാനിയിലോ വേരോട്ടം ഇപ്പോഴും കാര്യമായിട്ടില്ല എന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് ഇവിടെ നമ്മൾ അസംബ്ലി സെഗ്മെന്റ് വൈസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത്തവണയും പൊന്നാനിയിലോ മലപ്പുറത്തോ ഇവർ മുസ്ലിം തീവ്രവാദ സംഘടനകൾ, ജമായത്ത് ഇസ്ലാമിയോ അല്ലെ മറ്റുള്ളവരോ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഔട്ട്ഫിറ്റുകൾക്ക് കാര്യമായ വേരോട്ടം കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ മലപ്പുറത്ത് സമസ്ത പൊന്നാനിയിലെ പോലെ അതിനേക്കാൾ വിഷയമാണ് സമസ്തയുടെ നിലപാട്. കാരണം സമസ്തയിൽ CPIഎമ്മിനും അനുകൂലമായിട്ട് LDFിന് അനുകൂലമായിട്ടൊരു നീക്കം നടക്കുന്നു എന്ന് ലീഗിലെ ചില നേതാക്കൾ വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരു കാര്യം, സുപ്രഭാതം പത്രത്തിന്റെ വിഷയങ്ങൾ, സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം, അതിൻ്റെ ഗൾഫ് എഡിഷൻ്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒക്കെ സമസ്തയിലും ലീഗിലും രണ്ടഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും അത് പ്രതിപക്ഷത്തിന് UDFിനേക്കാൾ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് LDFിന് മലപ്പുറത്തും പൊന്നാനിയിലും ഗുണം ചെയ്യും എന്നുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുമെന്ന് പറയാൻ കാര്യം. കാരണം സമസ്ത വിഷയം കെട്ടടങ്ങിയിട്ടില്ല. അത് കാരണം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ കിട്ടേണ്ട വോട്ടുകളിൽ കുറവുണ്ടായിട്ടുണ്ട്. ചിലർ മനസ്സുമെടുത്തിട്ട് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. പോളിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള കാരണം അതുകൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ മലപ്പുറത്തിൻ്റെ അന്തിമവിധി എന്തായി, പെട്ടിയിലായി കഴിഞ്ഞു, ഇലക്ട്രോണിക് മെഷീനിലായി കഴിഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടാവുക കാര്യങ്ങൾ, അടിയൊഴുക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ അസംബ്ലി സെഗ്മെന്റുകളിലേക്ക് വരാം, 7 മണ്ഡലങ്ങളിലേക്ക് വരാം. ഈ സെഗ്മെന്റ് വിലയിരുത്തലിന് മുമ്പ് ആമുഖമായിട്ട് ഒരു കാര്യം കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ അവലോകന യോഗം ചേർന്നിരുന്നു. എന്തൊക്കെയാണ് സാധ്യതകൾ, ബൂത്ത് വൈസ് വഴിയുള്ള കണക്കുകളെല്ലാം വെച്ചിട്ട് ലീഗ് നേതാക്കളെല്ലാം പങ്കെടുത്ത, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പങ്കെടുത്ത മലപ്പുറം ജില്ല അവലോകന യോഗം നടന്നു. അതിലെ ചില വിലയിരുത്തൽ ശ്രദ്ധേയമാണ്. അതിൽ പറയുന്നത്, ഞങ്ങളീ പറയുന്ന കാര്യം അവർ ശരിവെക്കുന്നുണ്ട്. അതായത് ലീഗിൻ്റെ യോഗത്തിൽ ജില്ലാ നേതാവ് പറഞ്ഞത് പൊന്നാനിയിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സമദാനി ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ 2,00,000-ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച 1,400,000-നൊക്കെ ജയിച്ച ET മുഹമ്മദ് ബഷീർ മത്സരിച്ച
ജയിച്ച പൊന്നാനിയിൽ ഇത്തവണ 1,00,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനും ജയിക്കും എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. എന്ന് പറഞ്ഞാൽ ലീഗ് നേതൃത്വം തന്നെ സമ്മതിക്കുന്നു പൊന്നാനിയിൽ 1,00,000-ഓളം വോട്ട് കുറയും. അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ മാത്രം പറയുന്നതല്ല. ഇതേ സംഭവം മലപ്പുറത്തും സംഭവിക്കും. മലപ്പുറത്ത് ET 2,00,000-ൽ പരം വോട്ടിന് ജയിക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പക്ഷേ അത് വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊന്നാനിയിൽ മാത്രമല്ല, പൊന്നാനിയിൽ വോട്ട് ചോർച്ച ഉണ്ടാവുമെന്ന് ലീഗ് സമ്മതിച്ചു. പക്ഷേ മലപ്പുറത്ത് ചോരില്ല എന്ന് പറയുന്നത്. മലപ്പുറത്താണ് കൂടുതൽ വിഷയങ്ങൾ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ ഈ അസംബ്ലി സെഗ്മെന്റ് നോക്കുമ്പം ഒന്നാമത്തേത് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. കൊണ്ടോട്ടി സിറ്റിംഗ് MLA, ലീഗിൻ്റെ സിറ്റിംഗ് MLA ആണ് TV ഇബ്രാഹിം. അദ്ദേഹം കഴിഞ്ഞോണ ജയിച്ചത് LDFിലെ സുലൈമാൻ ഹാജിയെ തോൽപ്പിച്ചിട്ട് 17,666 വോട്ടിനാണ്. ന്യായമായ ഭൂരിപക്ഷം 10.76% വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇതേ TV ഇബ്രാഹിം തന്നെയായിരുന്നു 2016 അവിടുത്തെ സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലെ. അന്നും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 10,654, 7.12% മാർജിൻ. അപ്പോൾ 17,000-ന്ന് മുൻ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇനി മൂന്നാമത് അതിന് മുമ്പുള്ള 2011 തെരഞ്ഞെടുപ്പിൽ K മുഹമ്മദ് ഹാജിയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. അദ്ദേഹത്തിന് 28,149 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നല്ല കുറെ കൂടെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലീഗിൻ്റെ വോട്ട് ബാങ്കിലും നേരിയ കുറവ് കൊണ്ടോട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. അസംബ്ലി സെഗ്മെന്റ് എടുക്കുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ചോദിക്കുമ്പോൾ 2019-ലോ 2021-ലോ ലോക്സഭാ ഇലക്ഷനിലോ പ്രതിഫലിച്ച രീതിയിലാവില്ല പ്രതിഫലിക്കുക. മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇനി രണ്ടാമത്തെ മണ്ഡലം മഞ്ചേരി എടുക്കുക. മഞ്ചേരി UA ലത്തീഫാണ് ലീഗിൻ്റെ സിറ്റിംഗ് MLA. അദ്ദേഹം ഈ 2021-ൽ ജയിച്ചത് 14,573 വോട്ടിനാണ്, മാന്യമായ ഭൂരിപക്ഷം. 2016-ൽ M ഉമ്മർ ആയിരുന്നു അവിടെ ലീഗിൻ്റെ ജയിച്ച സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 19,616. അപ്പം 2016-ന്ന് 2021-ൽ വരുമ്പോൾ ലീഗിൻ്റെ വോട്ട് ബാങ്ക് കുറയുന്നു, വോട്ട് ചോർച്ച അവിടെ സംഭവിക്കുന്നു. 2011-ലും M ഉമ്മർ ആയിരുന്നു ലീഗിൻ്റെ ജയിച്ച സ്ഥാനാർത്ഥി. അന്ന് 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ അത് 29,000-ന്ന് 19,000, പിന്നെ അത് 14,000 2021-ലേക്ക് വീണ്ടും കുറയും. അപ്പം ലീഗിൻ്റെ വോട്ട് ബാങ്ക് ശോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കൊണ്ടോട്ടി നൽകുന്ന സൂചന. ഇനി മഞ്ചേരി നൽകുന്ന സൂചന. ഇനി മൂന്നാമത്തെ മണ്ഡലം പെരിന്തൽമണ്ണ കുറെ കൂടെ ടൈറ്റാണ്. LDFും UDFും ലീഗും CPM മത്സരിക്കുന്ന മണ്ഡലമാണ് പരമ്പരാഗതമായിട്ട്. അവിടെ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാണ് ജയിച്ചത്, വെറും 579 വോട്ട്. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടതുപക്ഷം CPM ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്ണ. അതേപോലെ ലീഗ് ജയിക്കുന്ന മണ്ഡലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും മറിഞ്ഞുമൊക്കെ വരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ നജീബ് കാന്തപുരത്തിന് കിട്ടിയ ഭൂരിപക്ഷം വെറും 579 വോട്ട്. അദ്ദേഹം തോപ്പിച്ചത് KPM മുസ്തഫ LDFിനെയാണ്. അല്ല, അവിടെ ഒരു പിശകുണ്ട്, തിരുത്തുന്നു. 2021-ൽ പിന്നെ നജീബ് കാന്തപുരത്തിന് ഭൂരിപക്ഷം വെറും 38 വോട്ടാണ്, വെറും 38. അത് കേസ് കോടതിയിൽ വരെ, ഹൈക്കോടതി വരെ പോയ കേസാണത്, ഇലക്ഷൻ കേസ്. വെറും 38 വോട്ടിന് ലീഗിൻ്റെ നജീബ് കാന്തപുരം ജയിക്കുന്നു. KP മുസ്തഫ LDF തൊട്ടടുത്ത് വരുന്നു, പരാജയപ്പെട്ടു, ചെറിയ വോട്ടുകൾ പരാജയപ്പെട്ടു. 2016-ൽ മഞ്ഞളാംകുഴി അലി, അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അന്നും അലി വെറും 579 വോട്ടിനാണ് ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത്, ചെറിയ ഭൂരിപക്ഷം. വി ശശികുമാറിനെയാണ് CPMൻ്റെ ശശികുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പം അവിടെയും വളരെ തുല്യ ശക്തികളാണ് പെരിന്തൽമണ്ണയിൽ, ലീഗും അല്ലെങ്കിൽ UDFും LDFും. 2011-ൽ മഞ്ഞളാംകുഴി അലി അവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് 9,589 വോട്ടിന് ഭൂരിപക്ഷം കിട്ടി. അതിൽ നിന്നാണ് വളരെ ചെറിയ മാർജിനിലേക്ക് പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പിലേക്ക് ലീഗ് വരുന്നത്. അവിടെ ചോർച്ച അവിടെ സംഭവിച്ചു, തുല്യ ശക്തികളായിട്ട് ഏതാണ്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും 4 മങ്കട. അന്ന് ഇപ്പം 2021-ൽ അവിടുത്തെ സിറ്റിംഗ് MLA മഞ്ഞളാംകുഴി അലിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 6,246.
ഒരു അസംബ്ലി മണ്ഡലത്തിൽ 6000-ൽ പരം വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷം, മികച്ച ഭൂരിപക്ഷമൊന്നുമല്ല, കോട്ടയല്ല, ഒരു പാർട്ടിയുടെ കോട്ടയൊന്നുമല്ല ലീഗിൻ്റെ. അതാണ് അവിടുത്തെ അവസ്ഥ. 2016 ടി അഹമ്മദ് കബീർ അവിടെ നിന്ന് ജയിച്ചു. അന്ന് ഭൂരിപക്ഷം 1508 വോട്ട് മാത്രമാണ്, കാര്യമായ വോട്ട് ഭൂരിപക്ഷം ഇല്ല. 2011 അഹമ്മദ് കബീർ ജയിച്ചത് 23,593 വോട്ടിനാണ്. അപ്പോൾ 2011 23,593 വോട്ട് നേടിയ UDF ലീഗിന് പിന്നെ അത് 1508 കുറയുന്നു, 6246 നിൽക്കുന്നു. പിന്നെ അത് 9589 ആവുന്നു. പിന്നെ അത് താഴേക്ക് വീണ്ടും പോയിട്ട് വെറും 579 ആകുന്നു. ഏറ്റവും ഒടുവിൽ വെറും 38 വോട്ടായിട്ട് കുറയുന്നു ഭൂരിപക്ഷം. ഇപ്പം ലീഗിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ ഇങ്ങനെ ഒരു 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 പേജിൽ വരച്ചാൽ, ഒരു കണക്കിൽ വരച്ചാൽ ലീഗിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഗ്രാഫ് ഇതായി ഇങ്ങനെ 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 താഴേക്ക് പോവാണ് ലീഗ് ജയിച്ചതിൽ. ഇത് നമ്മൾ കാണാതിരിക്കരുത്. അപ്പം ഇപ്പോൾ നടന്ന ലോക്സഭ ഇലക്ഷനിൽ ഇത് കൃത്യമായിട്ട് പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇനി അടുത്ത മണ്ഡലം നമ്മൾ നോക്കുക, മലപ്പുറം. ഏറ്റവും കാതലായ മണ്ഡലം മലപ്പുറമാണ്. ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗം കോട്ട എന്ന് പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറത്തപ്പോൾ എങ്ങനെ ലീഗിന് വോട്ട് കിട്ടി? കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ലോക്സഭയിലെ കണക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2021 മലപ്പുറത്ത് P. ഉബൈദുള്ള ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു. ഭൂരിപക്ഷം 35,208 വോട്ട്, 35,208. അദ്ദേഹം തന്നെ 2016 അവിടെ ജയിക്കുന്നു, സിറ്റിംഗ് MLA ആണ്. അന്നത്തെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് 35,672. വലിയ വ്യത്യാസമില്ല. 21 35,000 സംതിങ്, 2016 30,000 സംതിങ്. 2011 44,000 ഉബൈദുള്ളയുടെ ഭൂരിപക്ഷം. 3 തവണ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചു. അപ്പം 44,000 ഭൂരിപക്ഷം 35,000 പിന്നെ 30,672, പിന്നെ 30,208 ആ ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. അവിടെ ലീഗിൻ്റെ വോട്ട് ബാങ്ക് വളരുന്നില്ല, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തിൻ്റെ സ്ഥിതിയും ലീഗിൻ്റെ ഏറ്റവും വലിയ കോട്ടയായ മലപ്പുറം അസംബ്ലി സെഗ്മെൻറ്റിലെ കൃത്യമായ കണക്കുകൂടി നമ്മൾ നോക്കുക. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്തവണ മലപ്പുറത്ത് ലീഗിന് 1,00,000 വോട്ട് മിനിമം കുറയുമെന്ന് ഞങ്ങൾ പറയാൻ കഴിയും. ഇനി വേങ്ങര, അടുത്ത മണ്ഡലം, 6ാമത്തെ മണ്ഡലം വേങ്ങര. വേങ്ങരയിൽ സിറ്റിംഗ് MLA നമുക്കറിയാം, PK കുഞ്ഞാലിക്കുട്ടി, ലീഗിൻ്റെ ഏറ്റവും വലിയ സമുന്നത നേതാവ്. അദ്ദേഹം കഴിഞ്ഞോടെ ജയിച്ചത് നല്ല ഭൂരിപക്ഷത്തിലാണ്. ലീഗിന് വളരെ ഉറച്ച ബാക്കപ്പുള്ള ഒരു ഭൂരിപക്ഷമുള്ള വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് വേങ്ങര. 30,000-ൽ പരം വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടി 2021 അവിടെ ജയിക്കുന്നത്. ഇനി 2017 അവിടെ തെരഞ്ഞെടുപ്പ് വന്നു. അതായത് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ മറ്റേ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള രാജിയുടെ ഭാഗമായിട്ട് മത്സരിച്ചപ്പോൾ പിന്നെ ബൈ ഇലക്ഷൻ അവിടെ 2017 KN ഖാദർ 23,310 വോട്ടിന് ജയിക്കുന്നു. ലീഗിൻ്റെ തന്നെ ന്യായമായ ഭൂരിപക്ഷം 23,000, പക്ഷേ 30,000 ഭൂരിപക്ഷം താഴേക്ക് പോയി. ഇനി 2016 PK കുഞ്ഞാലിക്കുട്ടി അവിടെ ജയിക്കുന്നു, ഭൂരിപക്ഷം 38,000. 2011 കുഞ്ഞാലിക്കുട്ടി അവിടെ ജയിക്കുന്നു, ഭൂരിപക്ഷം 38,000. അപ്പം 38,000, 23,000 വന്ന് 30,000 ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പോഴും ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണെങ്കിലും അവിടെയും ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചകൾ, വിള്ളലുകൾ ക്രമാനുഗതമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഇനി അടുത്ത 7ാമത്തെ മണ്ഡലമാണ് വള്ളിക്കുന്ന്. വള്ളിക്കുന്നിൽ P. അബ്ദുൾ ഹമീദാണ് ലീഗിൻ്റെ സിറ്റിംഗ് MLA. അദ്ദേഹത്തിന് ഭൂരിപക്ഷം 14,116, 2021. അദ്ദേഹം തന്നെയാണ് 2016 ജയിച്ചത്. അന്ന് അദ്ദേഹത്തിന് ഭൂരിപക്ഷം 12,601. അപ്പോൾ അതിൽ നിന്ന് 2,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം 2021 വർദ്ധിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. അത് നല്ല കാര്യം, വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 2011 KN ഖാദർ അവിടെ ജയിച്ചു. അന്നത് ഭൂരിപക്ഷം 18,000. അപ്പം നോക്കുക, 18,000 ഭൂരിപക്ഷത്തിൽ ഇന്ന് 2011 പിന്നീട് 12,610 വരുന്നു. പിന്നെ അവിടുന്ന് 14,116 പോകുന്നു. എന്ന് പറഞ്ഞാൽ പഴയ ഒരു പിന്നെ അംഗബലം ബേസ് ലീഗിന് അതിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് സെഗ്മെൻറ്റ് വൈസുള്ള നമ്മുടെ അവലോകനം.
അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പൊന്നാനിയിലെ പോലെ തന്നെ ലീഗിന് മലപ്പുറത്തും വോട്ട് കുറയും. ചെറിയ വോട്ടില്ല, മിനിമം 1,00,000 വോട്ട് കുറയും. ഒന്നിൽ 1,00,000 അടുത്ത് അല്ലെങ്കിൽ 1,00,000 മുകളിൽ വോട്ട് കുറയാനാണ് സാധ്യത. മിനിമം അത്രയും സംഭവിക്കും, സംഭവിച്ചിട്ടുണ്ട്.